ഈ തീവണ്ടിക്കുള്ളിൽ എങ്ങോട്ടൊക്കെയോ പോകുന്ന ഒരുപാട് യാത്രക്കാരിൽ ഒരാളായി ഞാനും ഉണ്ട്. പിന്നെ ഞാൻ വിശ്വേട്ടനെന്ന് വിളിക്കുന്ന എൻ്റെ ഭർത്താവ് വിശ്വനാഥനുമുണ്ട് എൻ്റെ ഒപ്പം. എൻ്റെ ഒപ്പം അല്ല, ഒപ്പമല്ല, അകലെ. അടുത്തുണ്ടെങ്കിലും ഒരുപാട് അകലെയായി. അറിയാതെ കൂട്ടിമുട്ടുന്ന കണ്ണുകൾ പെട്ടെന്ന് തിരിച്ചെടുക്കുന്ന അപരിചിതരായ ട്രെയിൻ യാത്രക്കാരെ പോലെ ഞങ്ങൾ 10 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഗ്രാമത്തിലേക്ക് ഒരുമിച്ച്. ഈ തിരിച്ചുവരവ് പിരിയാനുള്ളതാണ്. ഞാൻ വിശ്വേട്ടൻ്റെ വധുവായി മാറിയ എൻ്റെ വീട്ടിൽ വെച്ച് ഞങ്ങൾ വേർപിരിയാൻ പോകുന്നു. പരിഭവമില്ലാതെ, പരസ്പരം പഴിചാരാതെ, പശ്ചാത്താപമില്ലാതെ. അയ്യോടി, പമ്മി പമ്മി വരുവന്നോ? മനുഷ്യനെ തൊന്തരപ്പെടുത്താതെ പൊയ്ക്കോണം കേട്ടോ. നിനക്കിത് എന്തുവാടി പെണ്ണേ? നിന്റെ പുന്നാരമ്പരത്തിലൊന്നും കാക്കയ്ക്ക് മനസ്സിലാകത്തില്ല. ആകത്തില്ലെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു. ഇവിടെ ഇങ്ങനെ വാ നോക്കി നിൽക്കാതെ പാടത്തോട്ട് ചെന്നാട്ടെ. കഞ്ഞി കാണാൻ എല്ലാരും കരയ്ക്കോട്ട് കയറി കാണും. ഓ, കഞ്ഞിക്ക് നേരം ആകുന്നേ ഉള്ളൂ. എടി, ദേവിക്കുഞ്ഞ് വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തുവാടി ഇതുവരെ ഇങ്ങ് എത്തിയില്ലല്ലോ? ഇത്തവണ ഞാൻ നോക്കിയിട്ട് വരുന്ന കോളൊന്നും കാണുന്നില്ല. ദേ കൊച്ചാട്ടാ, പോക്കണങ്കേട് പറയാതെ പൊയ്ക്കോണം. ദേവിച്ച ഇത്തവണ കണിച്ചുമായിട്ടും വരും. അല്ലേലും നിങ്ങളുടെ നാക്കിനെരി ഇത്തിരി കൂടുതലാ. നീ കിടന്ന് തുള്ളാനും മാത്രം ഞാൻ എന്തോ പറഞ്ഞെന്നാ? ഇത്രയും നേരം കാണാത്തപ്പോ ഒരു സംശയം. ഒരു സംശയം. ചിരിച്ചോണ്ട് നടക്കുന്നേ ഉള്ളൂ. മനസ്സ് മുഴുവൻ വിഷമാ. അഹങ്കാരി. വേലക്കാരി ആണേലും കേറി അങ്ങ് ഭരിക്കുമല്ലയോ? നീ ഇതെവിടെ ആയിരുന്നടി കൊച്ചേ? വേണ്ടേ, ഞാനിപ്പ ചെന്നില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. തീയലടി പിടിച്ചനെ. ഷോ, ഞാനതങ്ങ് മറന്നുപോയി. വെയില് മൂക്കുന്നതിന് മുമ്പ് നെല്ല് കൊട്ടാൻ പോയതാ. ഇന്നുകൂടി അത് അറക്കാതിരുന്ന പൂത്തു പോകത്തില്ലയോ? നീ ആ അയ്യത്തോട്ട് ചെന്ന് വാഴക്കൂമ്പ് വല്ലതും ഉണ്ടോന്ന് നോക്കിയേ. ദേവിക്ക് കൂമ്പ് തോരണെന്ന് വെച്ചാ ജീവനാ. അമ്മയ്ക്കിത് നേരത്തെ പറയാൻ മേലായിരുന്നു. രാവിലെ ഞാൻ തെക്കേ അയ്യത്ത് പോയപ്പോ കൂമ്പ് ചെത്തിക്കൊണ്ട് വന്നേനല്ലോ. എടീ, ഇനിയിപ്പോ അവര് വരാതെങ്ങാനും ഇരിക്കുവോ? ഇവിടെ ആണെങ്കി ഇന്നലെ മുതൽ ഫോൺ ചത്തിരിക്കുക. അവർക്ക് വിവരം വിളിച്ചു പറയാനാണേ അതും ഒക്കത്തില്ല. ആ ശിവൻകുട്ടി കൊച്ചാട്ടനായിരിക്കും പറഞ്ഞത് വരത്തില്ലാന്ന്. അയാൾക്ക് ഇത് എന്തിന്റെ സോക്കേടാ? അമ്മ നോക്കിക്കോണം. ഉച്ചയ്ക്ക് മുമ്പ് ദേവിച്ച ഇങ്ങി എത്തും. അയാളുടെ ഒരു കണ്ടുപിടുത്തം. ദേവിച്ചേ വരത്തില്ലാന്ന്. അയാൾ ഉച്ചയ്ക്ക് ഇതിനിങ്ങോട്ട് വരുമല്ലോ. വിളമ്പി കൊടുക്കാൻ ഞാൻ ശാവൻകുട്ടി. എന്തുവാടി വിളിച്ചു കൂവുന്നേ? ഒരു കാറ് വരുന്നു. അയ്യോ, അത് അവര് തന്നെ. ദാണ്ട് വണ്ടി നമ്മുടെ വഴിക്കോട് തിരിഞ്ഞു. ആന്നോ? ആന്നോ? വാടി. അമ്മ കഴിഞ്ഞ തവണ കണ്ടതിലും വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. എന്തു പറ്റി? ഓ, എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ പറ്റുമോ? വയസ്സും പ്രായവും ഒക്കെ ആയില്ലേ. നിങ്ങളെ ഇതുവരെ കാണാഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യവും വരവില്ലാന്ന്. പക്ഷെ ഞാൻ പറഞ്ഞായിരുന്നു ദേവിച്ച ഇത്തവണ കണിച്ചുമായിട്ടും വരുമെന്ന്. ഈ പൃങ്ങിണി അങ്ങ് വളർന്നു പോയല്ലോ അമ്മേ. ഇപ്പൊ നല്ല സുന്ദരിയായിട്ടുണ്ട്. ഓ, ഇനിയിപ്പൊ ഇത് കേട്ടതിന്റെ നെകളിപ്പ് തുടങ്ങും പെണ്ണിന്.
അയ്യോ ദാണ്ട് കൊച്ചേട്ടൻ ബാഗ് ഒറ്റയ്ക്ക് എടുക്കുന്നു. എനിക്ക് വയ്യ, ഞാൻ എടുത്തു വെക്കാം കൊച്ചേട്ടാ. വേണ്ട, നല്ല വെയിറ്റ് ഉണ്ട്, നിന്നെ കൊണ്ട് പറ്റില്ല. ആര് പറഞ്ഞു ഒക്കത്തില്ലാന്ന്? ഇതും ഇങ്ങി തന്നാ. വേണ്ട വേണ്ട, അതൊക്കെ ഞാൻ കൊണ്ടുവന്നോളാം. ഇതിങ്ങനെ എടുത്തോണ്ട് പോകണ്ട, നിലത്ത് വെച്ച് വലിച്ചാൽ ഓ മതി. വെറുതെ മണ്ണിലിട്ട് വലിച്ച് കേടാക്കണ്ട. അല്ല, നിങ്ങളെന്താ ടാക്സിക്കാറി വന്നത്? ഈ കാറ് തിരുവല്ലയിൽ നിന്ന് പിടിച്ചതാ, അവിടെ വരെ ട്രെയിനിലാണ് വന്നത്. അതെന്താ അവിടുന്നേ കാറിലിഞ്ഞു പോന്നാ പോരായിരുന്നോ? ഡ്രൈവർ ലീവിലാ. പിന്നെ ഒറ്റയ്ക്ക് ഇവിടെ വരെ ഡ്രൈവ് ചെയ്യണ്ടെന്ന് വെച്ചു. വാ. Hello Jane, how are you? How are things there? Okay. How is the market? Great. You call up Mumbai and ask him to square up the position. Also ask him to buy Infosys. And you get back to me as soon as the market closes. Okay. Yeah, I'll be available on the cell. Right. ഊണ് കഴിക്കാറായില്ലേ? അമ്മ വിളിക്കുന്നുണ്ട്. 1 second. ജോർജ് എന്തായി? വിത്തിൻ 2 days. ഓക്കെ. അതെന്താ? ഓ, ബട്ട് യു ക്യാൻ മാനേജ് ഇറ്റ് അല്ലേ? താനിങ്ങോട്ട് വരുമല്ലോ, ഞാനിവിടെ ഉണ്ടാവും. ഓക്കെ. ജോർജ് പറയുന്നത് 2 ദിവസത്തിനകം ഹിയറിംഗ് ഉണ്ടാവുമെന്നാണ്. ഡിവോഴ്സ് ബൈ മ്യൂച്വൽ കൺസെൻ്റ് ആയതുകൊണ്ട് മറ്റു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല. ബട്ട് ഹി ഹാസ് സം ഡിഫിക്കൽട്ടി ഇൻ ഗെറ്റിംഗ് ഇറ്റ് അക്രോസ് ടു ദ കോർട്ട്. ഡിവോഴ്സിന് തക്കതായ സ്ട്രോങ് റീസൺസ് ഒന്നും കാണിക്കാത്തതുകൊണ്ട് കോടതിക്ക് ബോധ്യപ്പെടുമെന്ന് അയാൾക്ക് സംശയം. പിരിയാതെ മറ്റു വഴികളൊന്നുമില്ലെന്ന് നമുക്ക് ബോധ്യമായി. അതല്ലേ പ്രധാനം? അതെ. ദേവി, അമ്മയെ വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്നെ ഒഴിവാക്കണം. എനിക്ക് അങ്ങനെ ഒരു ഇമോഷണൽ സീനിൽ താല്പര്യമില്ല. സ്പെയർ മീ ദ ഡ്രമാറ്റിക്സ്. അമ്മയോട് ഞാൻ പറഞ്ഞോളാം. അല്ലെങ്കിൽ ഞാനായിട്ടെടുത്ത തീരുമാനം ഞാൻ തന്നെയല്ലേ പറയേണ്ടത്. ഊണ് കഴിക്കാൻ വരൂ. മതി. ഇത്ര കുറച്ചോ? ഇത് തന്നെ അധികമാ. ഞാൻ ഈയിടെയായിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറില്ല, ചപ്പാത്തിയാണ് പതിവ്. അയ്യോ, അതറിയത്തില്ലായിരുന്നല്ലോ. ഇവളൊന്നും പറഞ്ഞതുമില്ല. വേണമെങ്കിൽ ഇപ്പൊ ഉണ്ടാക്കാം. വേണ്ട, ഇന്നിങ്ങനെ പോട്ടെ. നിനക്ക് വേണ്ടിയാ കൂമ്പുതോരനുണ്ടാക്കിയേ. വെപ്പൊക്കെ ഇവളോ അല്ലയോ അമ്മേ? ഓ, നമ്മൾ അടുക്കളയിലോട്ട് ചെന്നാ പെണ്ണിന് പിടിക്കത്തില്ല. അവിടെ അവളുടെ ഭരണമല്ലയോ. എന്തായി ഇവക്കൊരാലോചന വന്നിട്ട്? അത് പറഞ്ഞ വിശേഷമാ. എല്ലാം ഞാനൊന്ന് പറഞ്ഞുറപ്പിച്ചതാ. ചെറുക്കം കാണാൻ വരുന്നു എന്ന് കേട്ടപ്പോ തൊട്ട് പെണ്ണങ്ങടഞ്ഞു. അവൾക്കിപ്പോ ഉടനെ ഒന്നും കല്യാണം വേണ്ടാന്ന്. എന്തോ ചെയ്യും? അതെന്താടി അങ്ങനെ? ഓ ഒന്നുമില്ല ചേച്ചി. അടുത്ത ആഴ്ച കാവിലെ ആയില്യ പൂജയാ. നീ അത് കഴിഞ്ഞേ പോവത്തുള്ളല്ലോ. ഇവിടെ എങ്ങനാ? പൂജ കഴിയുന്നതുവരെ ഇവിടെ കാണുമോ? നോക്കട്ടെ. നീയും മതിയാക്കിയോ? ഇല്ല, കുറച്ച് ചോറുകൂടി വിളമ്പിക്കാമേ. എന്തോന്നാ പെണ്ണെ ഈ നോക്കി നിൽക്കുന്നേ? പോയി ചോറെടുത്തിട്ട് വാ. 2 വറ്റുവാരി തിന്നും വെച്ച് വേണം തേക്കേപ്പറമ്പിലോട്ട് ചെല്ലാൻ. അവിടെ ആണെങ്കിൽ അയ്യം മുഴുവൻ കാട് കയറി കിടക്കുക. 2 പേര് 3 ദിവസം നിന്ന് ചെത്തിവാരിയാലേ വൃത്തിയാകത്തുള്ളൂ. നാശം. എന്നിട്ട് വേണം തേങ്ങ പിരിക്കാനെ കൊണ്ട് ഗോപാലനെ വിളിക്കാൻ. വെട്ടിയിടുന്ന തേങ്ങ പോച്ചക്കടയിൽ പോയാ കണ്ണി കണ്ട് നോക്കിയെടുക്കാൻ പറ്റുമോ? ഒടുവിൽ വന്ന് എണ്ണം പറയുമ്പോൾ ദേവേച്ചിയോ ഒന്നും പറഞ്ഞില്ലെങ്കിലും നീ കിടന്ന് തുള്ളും. ഞാൻ മോട്ടിച്ചോണ്ട് പോയെന്നും പറഞ്ഞ്. എന്തു അടി പെണ്ണേ,
നീ എന്നെ മുമ്പ് കണ്ടിട്ടില്ലയോ? പോയി ചോറെടുത്തോണ്ട് വാടി. കൊണ്ടത്തരാ ഞാനിപ്പോ. ഇയാൾ എന്തുവാ കാലത്തെന്നോട് പറഞ്ഞേ? ഇവിടുത്തെ ദേവിച്ചയും കൊച്ചാട്ടനും വരത്തില്ലാന്ന്. എന്നിട്ട് അതും പോരാന് അമ്മയെ കറ്റുവർത്താനം പറഞ്ഞു വരട്ടെ. മനുഷ്യർക്ക് സന്തോഷം വരുന്നത് കണ്ടാ പിടിക്കത്തില്ല, അല്ലയോ? നീ ഇത്ര തിളക്കാനെ കൊണ്ട് എന്തുവാ? ദേവി കുഞ്ഞിങ് വന്നോ? ഓ, ഞാനിങ്ങ് വന്നു ശിവൻകുട്ടി കൊച്ചേട്ടാ. അയ്യോ, കുഞ്ഞു വന്നത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ആ സൊസൈറ്റി പടിയിൽ മാടക്കട നടത്തുന്ന പാക്കറിനെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചുള്ളൂ, എടാ ഉവേ കാറ് വല്ലത് ഈ വഴിക്ക് വരുന്നത് കണ്ടോന്ന്. ഒന്നും കണ്ടില്ല എന്നാ അപ്പോഴം പറഞ്ഞു. എന്നാലും എൻ്റെ ദേവിക്കുഞ്ഞെ, കുഞ്ഞിനൊരു മാറ്റമില്ല കേട്ടോ. ഒരു പാവാടയും ജാക്കറ്റും ഇട്ടാ പണ്ടത്തെ പെങ്കൊച്ച് തന്നെ ഇല്ലേ ചേ? ആ, വിശ്വസാറും വന്നിട്ടുണ്ടല്ലോ. ഇല്ല, വിശ്വം കൊച്ചാട്ട നാളെ പ്ലെയിനെ പത്തനംതിട്ട വരും. ഇയാൾ പോയി വിളിച്ചോണ്ട് വന്നാ മതി. പോടി അഹങ്കാരി. നീ പോയി ശിവൻകുട്ടിക്ക് ചോറ് കൊണ്ടക്കൊട്, ചെല്ല്. ഇയാള് തിരിച്ചു ചെല്ലാൻ വൈകിയ പണിക്കാര് ചുമ്മാ ചുരണ്ടിക്കൊണ്ടിരിക്കും. വൈകിട്ട് കൂലിക്ക് കൈ നീട്ടാൻ എല്ലാവർക്കും നല്ല മെടുക്ക. അങ്ങനെ പറഞ്ഞാട്ടെ. ഈ കണ്ട കൃഷിയൊക്കെ നോക്കാനും നടത്താനും എനിക്കൊരാളായിട്ട് പറ്റുന്നില്ലടി കൊച്ചേ. കൃഷിയൊക്കെ നിർത്തി സമാധാനമായിട്ടിരിക്കാമെന്ന് ചിലപ്പോൾ വിചാരിക്കും. പക്ഷേങ്കിൽ ചുമ്മാതങ്ങ് നിർത്തി ഭൂമി കാഞ്ഞു പോയാൽ ദൈവം കോപിക്കത്തില്ലയോ? ഓരോ തവണ നീ വിളിക്കുമ്പോഴും എനിക്കിതൊക്കെ പറയണമെന്നുണ്ട്, പറ്റാറില്ല. അല്ലേലും ഈ ഫോണിൽ കൂടെ ഒന്നും മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒക്കത്തില്ല. നിന്റെ ശബ്ദം കേൾക്കുമ്പോഴും എൻ്റെ വിചാരം അപ്പുറത്ത് വേറെ ആരോ ആണെന്നാ. അമ്മയ്ക്ക് എന്നെ കാണണം തോന്നാറില്ലേ? എനിക്ക് കാണാനും കേൾക്കാനും വേറെ ആരാ അടിയുള്ളത് കൊച്ചേ? പെങ്കൊച്ചുങ്ങളുള്ള തന്തയുടെയും തള്ളയുടെയും കാര്യം കഷ്ടമാ. നമ്മൾ ഓമനിച്ച് ലാളിച്ച് വളർത്തിക്കൊണ്ട് വരും. പ്രായം തികയുമ്പോൾ ആരേലും പിടിച്ചേൽപ്പിച്ചാൽ എല്ലാം കഴിഞ്ഞു. പിന്നെ മോള് ഫോണിനപ്പുറത്ത് നിന്ന് കേൾക്കാൻ പറ്റുന്ന ഏതോ ഒരാൾ. ഞാൻ ഈ പറയുന്നത് കേട്ട് നീ ദണ്ണപ്പെടണ്ട. എന്നെ നിങ്ങളുടെ കൂടെ വന്ന് നിൽക്കാൻ വിളിക്കാത്തതുകൊണ്ടൊന്നും അല്ലല്ലോ. ടൗണിൽ വന്ന് നിന്ന് 2 ദിവസം കഴിയുമ്പോഴേക്ക് ശ്വാസം മുട്ടൽ തുടങ്ങും. എനിക്ക് ഈ മണ്ണും വെള്ളവും ഒക്കെ പിടിക്കത്തുള്ളൂ. തിരിച്ചു വന്നാലോ വല്ലാത്തൊരു ഒറ്റപ്പെടലും. ജീവിതത്തിൽ കൂടെയുള്ള ആളില്ലാതാവുമ്പോഴാണ് നമ്മൾ അതിൻ്റെ വില മനസ്സിലാക്കുന്നത്. കുറച്ച് നാളായി എനിക്കൊരാലോചന. ഉണ്ണാനുള്ള അരി കിട്ടുന്ന നിലവും ഈ വീടും പറമ്പും കയ്യിൽ വെച്ചുകൊണ്ട് ബാക്കി വസ്തു വിറ്റാലോന്ന്. വലിയ വിലയൊന്നും കിട്ടത്തില്ല. അങ്ങനെ കിട്ടിയിട്ടിപ്പോൾ എന്തോത്തിനാ? വീതം വെച്ച് കൊടുക്കാൻ എനിക്ക് 10ഉം പലതും ഇല്ലല്ലോ. നീ ഒരാളല്ലേ ഉള്ളൂ. നിനക്കാണെങ്കിൽ അതുമില്ല. എല്ലാം ആർക്കെങ്കിലും വിറ്റൊഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ട് ഈ വീട്ടിൽ ഇരിക്കാമല്ലോ. തിരിച്ചു പോകുന്നതിന് മുമ്പ് നീ വിശ്വത്തോടൊന്ന് സംസാരിക്കണം. നിങ്ങൾക്ക് 2 ആൾക്കും മറിച്ചൊരഭിപ്രായമില്ലെങ്കിൽ കച്ചവടത്തിന് ആളെ നോക്കാം. അത് വേണ്ടമ്മേ, ഒന്നും വിൽക്കണ്ട. അച്ഛൻ ഒരുപാട് സ്നേഹിച്ച മണ്ണല്ലേ, നമ്മളായിട്ടത് കളയണ്ട. എന്നുവെച്ച് കൃഷിയെന്നും പറഞ്ഞ് അമ്മ കഷ്ടപ്പെടണ്ട. എല്ലാം ഞാൻ തന്നെ നോക്കി നടത്തിയാലോ എന്ന് ആലോചിക്കുക. അയ്യോടി, നിനക്കതിനൊക്കെ എവിടുന്നാ സമയം? സമയമുണ്ടമ്മേ, എനിക്കിനി ധാരാളം സമയമുണ്ട്. ഞാനാ ഇച്ചേ എന്നും കാവി തിരിവെക്കുന്നേ. ഇന്ന് ഇച്ചയും കൂടെ ഉള്ളോണ്ടാ ഈ നേരത്ത് വരാൻ അമ്മ സമ്മതിച്ചേ. ഇല്ലേല് സന്ധ്യയ്ക്ക് മുമ്പ് തിരി വെച്ചിട്ട് ചെന്നോണം. ഓ, അല്ലല്ലോ ഇവിടെ ആരാ പേടിക്കാനുള്ളേ, അല്ലയോ ഇച്ചേ? പറയാൻ പറ്റത്തില്ലടി. ചിലപ്പോൾ നീ ഒറ്റയ്ക്ക് വരുന്നതും കാത്ത് കാവിനുള്ളിൽ വല്ല ഗന്ധർവനും ഒളിച്ചിരിപ്പുണ്ടെങ്കിലോ? നിന്നെപ്പോലുള്ള സുന്ദരി പെണ്ണുങ്ങളോട് അവർക്ക് വലിയ ഇഷ്ടമാ. കറ്റ് പറയാതിച്ചേ. ഇന്നാളൊരു ദിവസം ഇരുട്ടുവാക്കിന് ഇവിടെ വന്നപ്പോ ഇതിനകത്തൊരുത്തൻ പമ്മി നിൽക്കുന്നു. ഗന്ധർവനാന്നോടി? ഗന്ധർവൻ, ആ വടക്കേതിലെ പത്മേച്ചിയുടെ ചെറുക്കൻ സുഭാഷ്. എന്നിട്ടോടി? അവൻ എന്നെ ഒറ്റയ്ക്ക് ഒന്ന് കാണാൻ വന്നതാന്ന്. ഞാൻ മുഖം അടിച്ചൊരൊറ്റ ആട്ട് കൊടുത്തിച്ചേ. പേടിച്ചൂറി അവനിറങ്ങി ഒറ്റ ഓട്ടം.
ഇന്ന് ഇച്ചയെ വിളക്ക് വെച്ചോണ്ടാട്ടെ. വേണ്ട, വിളക്ക് നീ വെച്ചാ മതി. നാശം, ഈ മഴയ്ക്ക് വരാൻ കണ്ട നേരം. ദാണ്ട് ഈ ഇലയും ചൂടി പൊയ്ക്കണ്ടാട്ടെ. വെറുതെ ഇങ്ങനെ മഴ നനഞ്ഞ് പനി പിടിക്കണ്ട. ഹോ, മഴ നനഞ്ഞ എനിക്ക് മാത്രമേ ദണ്ണം വരത്തുള്ളൂ. എന്നെ പോലെ പറമ്പിലും പാടത്തും പണിയെടുക്കുന്നവർക്ക് മഴ കൊണ്ടാലും ഒന്നും ആവത്തില്ല. അതുപോലെയാണോ മാളിയേക്കലെ കുഞ്ഞ്? ഇപ്പൊ അവിടുന്ന് എന്തോ പറഞ്ഞാലും കുടുംബപ്പേരും പറഞ്ഞൊരു കളിയാക്കല്. ഇയാൾ എന്തെങ്കിലും വരുമെന്ന് വെച്ച് കാവിനകത്ത് വെറുതെ ഞാൻ പ്രദക്ഷിണം വെച്ചോണ്ടിരുന്നു. എനിക്കറിയാം എന്നോട് ഒരു ഇഷ്ടമില്ലാന്ന്. അതാ വരാത്തത് അല്ലയോ? ഇതിനെന്തേലും മറുപടി തരാൻ പോയാൽ പിന്നെ എന്നോട് കെർവിക്കും. വീണ്ടും നിങ്ങളുടെ കുടുംബപ്പേര് ചൊല്ലി കളിയാക്കുമെന്നും പറഞ്ഞു. എനിക്കറിയാം എന്തുവാ പറയാൻ പോകുന്നതെന്ന്. പുത്തമ്പുരക്കിലെ മാധവൻ മാളിയേക്കിലെ കാവ് തീണ്ടി വെറുതെ ദൈവകോപം വരുത്തി വെക്കത്തില്ലാന്ന് കുറെ കേട്ടതായത്. എത്ര കേട്ടാലും ഈ ചെവിയിലും തലയ്ക്കകത്തും ഒന്നും കയറത്തില്ലല്ലോ. അതുകൊണ്ട് മഴ ഉറക്കും മുമ്പേ വേഗം വീട് പറ്റാൻ നോക്ക്. പോ. ഏയ്, പുത്തമ്പുരക്കൽ മാധവൻ, എന്റെ തലയ്ക്കകത്തോട്ട് ഇനി പുതുതായിട്ടൊന്നും കയറത്തില്ല. അതിനകത്ത് ഒറ്റ വിചാരേ ഉള്ളൂ, ഇയാൾക്ക് നല്ല സൗകര്യം ഉണ്ടെങ്കിൽ തിരിച്ച് എന്നെ പറ്റി അങ്ങനെ വിചാരിച്ചോണ്ട് നടന്നോ. നല്ല രസമായിരിക്കും ഈ മഴ കൊള്ളുന്ന പോലെ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ. മാങ്ങാക്കറി ഉണ്ടാക്കാൻ പോവാന്നോ അമ്മേ? മുകുന്ദ അമ്മ തന്നെ ഉണ്ടാക്കണേ. ആ കാർത്തികേയമ്മ ഏൽപ്പിച്ചേക്കല്ലേ. ഈ ഇടയ്ക്ക് അവരുണ്ടാക്കുന്ന ഒന്നും വായ വെക്കാൻ കൊള്ളത്തില്ല. അച്യുതാനന്ദ പോയില്ലയോ? ഇച്ചയ്യേ, സച്ചിദാനന്ദ നാരായണ. മഴ പിന്നെ മൂക്കുന്ന ലക്ഷണ. പെരയില് ജാനകി തന്നെ ഉള്ളൂ. മാങ്ങാക്കറിയുടെ കാര്യം ഇച്ചയി നോക്കുവാണെങ്കിൽ ഞാൻ അങ്ങ് പൊക്കോട്ടെ. നാരായണ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ. പോണെങ്കി പോയാട്ടെ. മഴയും പിടിച്ച് ആ ജാനകി പെണ്ണിനെ ഒറ്റയ്ക്ക് ഇരുത്തണ്ട. ഇതിന്റെ പണി ഞാൻ ചെയ്തോളാം. ജാനകി കണ്ടിട്ട് 2 ദിവസം ആയല്ലോ കാർത്തികേയനമ്മേ. ഇങ്ങനെയാണോ അവൾ എന്റെ അടുത്ത് പഠിക്കാൻ വരുന്നേ? ഇന്ന് വന്നാ നാളെ വരികയില്ല. കണക്ക് പുസ്തകം തുറന്ന് എന്തേലും ചോദിച്ചാ പെണ്ണിന് ഒരു പുണ്ണാക്കും അറിയത്തില്ല. കണക്കോ? അപ്പൊ ബാക്കിയുള്ള വിഷയമോ? എല്ലാം കണക്കാ. എന്തോ ചെയ്യാനാ? തള്ളേം തന്തേം ചത്തൊരു പീക്കിരി കൊച്ചിനെ വളർത്താൻ ദൈവം എന്നെ അല്ലയോ കണ്ടിരിക്കുന്നേ. അനുഭവിച്ചേക്കാം. അവളുടെ അച്ഛന്റെ വീട്ടുകാര് കാര്യം ഒന്നും നോക്കുന്നില്ലയോ? ഓ, കൊറേ അന്വേഷിച്ചു. അവളുടെ അച്ഛൻ എന്റെ മോളെ സംബന്ധം ചെയ്തത് വീട്ടുകാർക്ക് പിടിക്കാതല്ലയോ? അതിന്റെ ചോരിക്ക് ഇതുവരെ മാറിയിട്ടില്ല. മതിയടി പച്ചമാങ്ങ വാരിത്തുന്നത്. വെറുതെ വയറ്റി സൂക്കേട് വരുത്താനെ കൊണ്ട്. ആ, എന്തുവാന്നാ പറഞ്ഞേ? ഇച്ചൈ തന്നെ ഒന്ന് ആലോചിച്ചോണ്ടട്ടെ. എന്റെ മരുമോന് 3 പെങ്ങന്മാരാമേ. 3ന്റെ ആമ്പറന്നമാരങ്ങ് പേർഷ്യയിലും. ഇരുന്നുണ്ണാൻ സൗകര്യമുള്ളവര്. നാളെ ഇതുവരെ എന്റെ ജാനകി കൊച്ചിന് ഒരു തുണ്ട് തുണിയോ ഒരു പൊന്നിന്റെ പൊട്ടോ 10 രൂപയോ കൊടുത്തിട്ടില്ല. സമ്പാദിച്ചു കൂട്ടുമല്ലയോ? കൂട്ടട്ടെ. ബാക്കിയുള്ളത് മോളിലിരിക്കുന്നവൻ നോക്കിക്കോളൂ. പോട്ട് കാർത്തിയാനിയെ, കൊച്ചിന്റെ കാര്യം നോക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലയോ? ആ, അതോർക്കുമ്പോഴാ എനിക്കിച്ചിരി സമാധാനം. ഞാൻ ഇനി എത്ര കാലം കാണും? എന്റെ മലയാളപ്പുഴ അമ്മേ, കാത്തോളണേ. പാവം. എന്തുവാ ഇപ്പൊ പറയും പാവന്ന്? കാലത്ത് അടുക്കളയിൽ കയറി അവരെന്തേലും കാട്ടുമ്പോ അപ്പൊ തുടങ്ങും ചീത്തവിളി. ആ, അതങ്ങനെ. വല്ലതും വെച്ചുണ്ടാക്കുമ്പോൾ വൃത്തിയായിട്ട് വെച്ചുണ്ടാക്കണം. അല്ലേലും അതിന് പോവരുത്. അതാ എന്റെ ചിട്ട. ഓ, അയ്യോ എന്റെ ഭഗവതി, ദേണ്ട നോക്കിയേ. ആഹാ, അച്ഛനിതെന്തുവാ തോട്ടി ചൂണ്ടയിടാൻ പോയായിരുന്നോ? ഓ ഇല്ല, ഞാൻ ഭഗവതി കുന്നെ തൊഴാൻ പോയതല്ലയോ. തിരിച്ചു വരുമ്പം വടക്കേ തോടിന്റെ കരയ്ക്ക് നമ്മുടെ വാസു ഇരിക്കുന്നു. നമ്മുടെ ദുബായ് വാസുവേ. ഉച്ച മുതൽ ചൂണ്ടയിട്ട് നോക്കിയിട്ട് ഒന്നും കൊരുക്കുന്നില്ലല്ലോ കൊച്ചാട്ടാന്ന് പറയും.
ചൂണ്ട താഴോട്ട് വലിയ ഒപ്പം കഴിഞ്ഞു. വലിച്ചു പൊക്കി കരക്കിട്ടപ്പോ പെടാ പെടയ്ക്കുന്ന വരാല്. വരാലെന്ന് പറഞ്ഞാ നിന്റെ അമ്മയ്ക്ക് ജീവനല്ലയോ? വെറുതെ വാസു ഇതിങ്ങളെ കൊണ്ട് കള്ള് ഷാപ്പിൽ കളയണ്ടെന്ന് വെച്ച് ഞാൻ ഇതിങ്ങി വാങ്ങിച്ചു. 30 രൂപ ലാഭമല്ലയോ? ദേണ്ടേ, ഈ നേരം പോയ നേരത്ത് മീനും കൊണ്ട് വന്നാ പിന്നെ വെട്ടി നന്നാക്കാൻ എന്നെ കൊണ്ട് ഒക്കത്തില്ല, പറഞ്ഞേക്കാം. എനിക്കും വേണ്ടി വാങ്ങിച്ചോണ്ട് വന്നു എന്നൊരു പുളു പറഞ്ഞാ ഞാൻ അങ്ങ് ഇളകി പോവല്ലോ. അയ്യോ, ഞാൻ സത്യമായിട്ട് നിന്നെ കരുതിയാ വാങ്ങി. നീ ഇങ്ങനെ കേറി ഇടഞ്ഞു നിന്നാ മീൻ ചീഞ്ഞു പോകത്തില്ലയോ ദേവകി? പിടിച്ചേ. നിന്റെ ഒരു മിടുക്ക് വെച്ച് നോക്കുമ്പോ 1/2 മണിക്കൂറത്തെ പണിയേ ഉള്ളൂ. 1/2 മണിക്കൂർ പിടിച്ചാ വഴുവഴാന്ന് തെന്നി പോകുന്ന ഇനമാ വരാല്. ഇവിടെ അറിയത്തില്ലായിരിക്കും. ഓ, അത് ചാരമിട്ടൊരു പിടി പിടിച്ചാ അനങ്ങത്തില്ല അല്ലയോ? അനങ്ങത്തില്ല. പെണ്ണെ, അച്ഛൻ്റെ അടുത്ത് ലോകകാര്യം പറഞ്ഞ് നിൽക്കാതെ ഞാൻ മീൻ വെട്ടുമ്പോഴേക്കും നീ വന്ന് അരപ്പ് ശരിയാക്ക്. അടുക്കള കയറാത്ത തമ്പുരാട്ടി. അവളിപ്പ വരും. പറമ്പിലെയും പാടത്തെയും കണക്കെഴുതി വെച്ചിട്ട് ഞാനിപ്പോ അവളെ അങ്ങ് വിട്ടേക്കാം. മോള് വാടി. കണക്കെഴുതണ്ട അച്ഛ? ഓ, ഇന്നങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എഴുതാനില്ല മക്കളെ. നിന്നോടൊന്നും മിണ്ടി പറഞ്ഞിരിക്കാനല്ലയോ ഞാൻ വിളിച്ചത്. കഷ്ടമുണ്ട് അച്ഛ. അടുക്കളയിലമ്മ ഒറ്റയ്ക്കല്ലയോ? ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? പോകാം, അച്ഛനും വരാം. മീൻ വെട്ടി തീരുമ്പോഴേക്കും ചെന്നാൽ മതിയല്ലോ. പിന്നെ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന നമ്മുടെ മേലേപ്പുരയിലെ ഗോപിയില്ലയോ, അവൻ വിമൻസ് കോളേജിലെ ആപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നിന്റെ മാർക്ക് വെച്ച് MSc അഡ്മിഷൻ കിട്ടാൻ വലിയ പാടില്ലെന്നാണ് അവൻ പറഞ്ഞത്. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് നാളെ തന്നെ അവൻ്റെ കൈ കൊടുത്തയക്കണം. 3 ദിവസം കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റാ. ഈ അച്ഛൻ എന്നോട് ഒരു ഇഷ്ടമില്ല. അതല്ലോ എന്നെ ദൂരെ പറഞ്ഞു വിടാൻ നോക്കുന്നേ. ഞാൻ പത്തനംതിട്ട ചേർന്നോളാം. അച്ഛ പ്ലീസ്. അങ്ങനല്ല മക്കൾ, അച്ഛൻ പറയുന്ന കേട്ടാട്ടെ. മോള് ഈ നാട് മാത്രം കണ്ടാൽ പോരാടി. കുറച്ച് പഠിക്കുന്നത് മാത്രമല്ലല്ലോ വിദ്യാഭ്യാസം. തിരുവനന്തപുരത്താകുമ്പോൾ നല്ല നല്ല ലൈബ്രറികളുണ്ട്, കൂട്ടിന് മിടുക്കര് പിള്ളേരുണ്ട്. പിന്നെ നിനക്ക് പാട്ട് പഠിക്കാനായിട്ട് മ്യൂസിക് കോളേജിലെ ഏതെങ്കിലും നല്ല ടീച്ചർ എടുത്ത് ട്യൂഷനും പോവാം. എന്താ? വേണ്ട, എനിക്കതൊന്നും വേണ്ട. അങ്ങനെ അങ്ങ് വാശി പിടിക്കാതെ മോളെ. നീ നിന്റെ അച്ഛൻ്റെ കാര്യം തന്നെ നോക്കിയാട്ടെ. ഈ നാട്ടിൻപുറത്ത് കൃഷി നടത്തി കഴിയുന്ന ഒരാളായിട്ടും അച്ഛൻ അത്യാവശ്യം ലോകവിവരം ഉണ്ടായത് എങ്ങനെയാ? വെളിയിൽ പോയി പഠിച്ചോണ്ട്. MAക്ക് പഠിക്കാൻ ആഗ്രയ്ക്ക് പോകണമെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ എന്നെ വീട്ടിലെല്ലാവരും എതിർത്തു. പക്ഷെ അച്ഛൻ വകവച്ചില്ല. അതുകൊണ്ടെന്താ, അത്യാവശ്യം ഭാഷകൾ കൈകാര്യം ചെയ്യാനറിയാം. ആളുകളോട് ഇടപെടാനുള്ള സംസ്കാരവും ഉണ്ട്. പിന്നെ നിന്റെ അമ്മയെപ്പോലുള്ള വിവരദോഷികൾ ആക്ഷേപിക്കുമെങ്കിലും നല്ല ഹിന്ദുസ്ഥാനി സംഗീതം ആസ്വദിക്കാനുള്ള കഴിവും ഉണ്ട്. ഈ മലമൂട്ടിലെ ഏതെങ്കിലും മരമണ്ടി പെണ്ണിനെ പോലെ ഒന്നിനെപ്പറ്റി ജ്ഞാനമില്ലാതെ ഏതെങ്കിലും ഉണ്ണാക്കൻ്റെ അടുക്കളയിൽ തുലച്ചു കളയേണ്ട ജീവിതമാണോ നിൻ്റേത്? അച്ഛനതിന് സമ്മതിക്കത്തില്ല മോളെ. അച്ഛൻ ഇങ്ങനെ ന്യായം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പത്തനംതിട്ട പഠിക്കുന്ന പിള്ളേർക്കൊന്നും ഒരു ഭാവിയില്ലല്ലോ. എനിക്കറിയാം. എന്നെ ദൂരെ പറഞ്ഞു വിടുന്ന സത്യമായിട്ട് എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ. ഇവിടെ തന്നെ നിന്ന് പഠിച്ചോളാമെന്ന് നീ പറയുന്നത് അച്ഛനോടും അമ്മയോടും മാത്രമുള്ള ഇഷ്ടം കൊണ്ടും അല്ലയോ? എന്തുവാ അച്ഛൻ അങ്ങനെ ചോദിച്ചത്? ഏയ്, ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. മക്കൾ അടുക്കളയിലോട്ട് ചെല്ലേ. ഏതായാലും നമുക്ക് ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചു കൊടുക്കാം. ചേരണോ വേണ്ട എന്ന് പിന്നെ തീരുമാനിക്കാം. അച്ഛൻ എന്തോ മനസ്സിലാക്കിയിട്ടുണ്ട്. കണിശം. അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കത്തില്ലായിരുന്നു.
ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കണമെന്ന് വാശി പിടിക്കുന്നത് ഉള്ളിൽ എന്തോ വെച്ചോണ്ടാ. അച്ഛൻ പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? എല്ലാവർക്കും മക്കളെ പറ്റി ഓരോരോ പ്രതീക്ഷകൾ കാണും. അത് തെറ്റുമെന്ന് കാണുമ്പോൾ അവർ മനസ്സിൽ ശരിയെന്ന് തോന്നുന്ന എന്തെങ്കിലും ചെയ്തെന്നും ഇരിക്കും. അതൊക്കെ നാട്ടു നടപ്പാ. വേണ്ട, ഇയാൾ ഇത്ര ബുദ്ധിമുട്ടി അച്ഛനെ മനസ്സിലാക്കണ്ട, എന്നെ മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ ദേവി, നിന്റെ മനസ്സിലുള്ളതങ്ങ് കളഞ്ഞേക്ക്. ഈയുടെ മനസ്സിലൊന്നുമില്ലായിരിക്കും. ആകെയുള്ള ഈ 60 സെന്റ് സ്ഥലത്ത് എല്ലുമുറിയ പണിയെടുത്ത് പിഴയ്ക്കേണ്ടവനാണ് ഞാൻ. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് പഠിപ്പ് നിർത്തേണ്ടി വന്നവൻ. എന്നെപ്പോലുള്ളവർക്ക് മനസ്സില്ല, ശരീരം മാത്രമേ ഉള്ളൂ. നമ്മൾ തമ്മിൽ ചേരില്ല ദേവി. ഇയാൾ ഇതെന്തോ കമ്മ്യൂണിസ്റ്റാ? നാണമില്ലല്ലോ ഒരുമാതിരി പ്രേം നസീറിനെ പോലെ സംസാരിക്കാൻ. അല്ലെങ്കിൽ സ്നേഹത്തിൽ ആണുങ്ങളെക്കാൾ ധൈര്യം പെണ്ണുങ്ങൾക്കാ. ഞങ്ങൾക്ക് സ്നേഹത്തിൽ വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് സമൂഹത്തെ പേടി. ദേവദാരു പൂത്തനാളൊരു ആഹാ, രണ്ടുപേരും കൂടെ ഇവിടെ ഇരുന്ന് കൊച്ചു വർത്താനം പറയുമായിരുന്നു. അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കുറച്ചു നേരം മാധവ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് നേരെ കളയാമല്ലോ എന്ന് ഓർത്ത് വന്നതാ. ഇനിയിപ്പോൾ അങ്ങ് പോയേക്കാം. ഓ, എന്തോത്തിനാ? ഇവിടെ എങ്ങനെ ഇരുവാസു കൊച്ചാട്ടാ. ദേവി തിരുവനന്തപുരത്ത് പഠിക്കാൻ പോവാ, അതിന്റെ കാര്യം പറയാൻ വന്നതാ. ആന്നോ കുഞ്ഞേ? അത് വേണ്ടായിരുന്നു. ഇവിടെ എങ്ങാനും പഠിച്ചാൽ മതി. മനുഷ്യർ തമ്മിൽ കാണാതിരുന്നാ മറന്നുപോവും. കണ്ണകന്ന കരളകന്നു എന്നാ. വാസു കൊച്ചാറിനെ മിനിഞ്ഞാന്ന് പോലീസ് പിടിച്ചായിരുന്നോ? പിടിച്ചു. പക്ഷെ പിടിച്ച പോലേക്ക് തിരിച്ചു കൊണ്ടുവിടുകയും ചെയ്തു. ആ മുരിപ്പേലെ ജോണി, കന്നുകൂട്ടുകാരൻ വറീദിന്റെ മോൻ, സൗദി പോയി 4 കാശുണ്ടാക്കിയതിൻ്റെ പേരിൽ എന്നോട് തേമ്പിക്കൊണ്ടുവന്ന ഞാൻ വിടുവോ? അവൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഗൾഫ് കണ്ടവനായി ദുബായ് വാസു. ഒറ്റ അടിയെ കൊടുത്തുള്ളൂ, പുങ്കൻ താഴെ പോയി. കുത്താൻ കത്തിയെടുത്തതാ. പിന്നെ വറീദിനെ ഓർത്തപ്പോൾ വേണ്ടാന്ന് വെച്ചു. സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോൾ വിരിഞ്ഞ് നിന്ന് ഞാൻ SIയോട് കാര്യം പറഞ്ഞു. അദ്ദേഹം ഒന്ന് ചിന്തിച്ചേച്ച് ഹേട്ടിനെ വിളിച്ചൊരൊറ്റ ഓർഡറാ എന്നെ തിരിച്ചു കൊണ്ടുവിടാൻ. ആ പുകിൽ അങ്ങനെ അങ്ങ് തീർന്നു. ഇവിടെ നിന്ന് മേരി പറഞ്ഞ് നിങ്ങളെ ഞാൻ മെനക്കെടുത്തുന്നില്ല, പോയേക്കുവാ. ആ, ഞാൻ പറഞ്ഞത് ഓർമ്മയിലുണ്ടാവണം. ഇഷ്ടമുള്ളവര് ഒരുമിച്ചിരുന്നോണം. ഒരാൾ ഇവിടെ, മറ്റൊരാൾ വേറൊരിടത്തും. അത് വേണ്ട, അത് മരിച്ചതിന് തുല്യമാണ്. ഞാനങ്ങ് പോവുന്നേ. എന്നെ തിരുവനന്തപുരത്തോ എവിടെ വേണേ കൊണ്ടാക്കിക്കോട്ടെ, പക്ഷെ എൻ്റെ മനസ്സിവിടെ കാണും. ഇത് വേണ്ടാന്ന് പറഞ്ഞ വാസു കൊച്ചാട്ടൻ പറഞ്ഞ പോലെ ഞാൻ മരിച്ചെന്ന് കൂട്ടിക്കോ.